ഹലോ, പണ്ടൊക്കെ ഇല്ലേ സ്കൂൾ വിട്ട് വന്നാൽ ഈ ഒരു ഐറ്റമാണ് ചായക്ക് ഉമ്മ ഉണ്ടാക്കി വെച്ചെന്നുണ്ടെങ്കിൽ ഭയങ്കര ധൃതിയാണ് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ മക്കൾക്കൊക്കെ അത് പറഞ്ഞാൽ അറിയുമെന്ന് അറിയില്ല, എങ്കിലും ഈ ഒരു ടേസ്റ്റ് നമുക്ക് എന്താ പറയുക, നാവിന്ന് പോവാത്തൊരു രുചിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ അവിൽ നനച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയതാണ് ഞാനിവിടെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ചെറുപഴല്ലേ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് 2 കപ്പോളം അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അറിയണ്ടായിരിക്കും, പക്ഷേ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് വ്യത്യാസമായിരിക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നേ. ഇനിയിപ്പോൾ നമുക്കിതാ അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ അവലിലേക്ക് തേങ്ങയും ശർക്കരയൊക്കെ ചിരകിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ കഴിക്കുക. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ഈ പ്രത്യേകിച്ച് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ഈ ഒരു അവലിലേക്ക് നനക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മളധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്, കാരണം ഇതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കിയാലും. ഞാൻ ഒരു ശർക്കര പാനിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു പഴക്ക് നല്ലോണം കുത്തി ഉടച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരിയോ നട്ട്സ് കാര്യങ്ങളോ നമ്മളല്ലെങ്കിൽ നിലക്കടല ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ അവിൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടോടെ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ അങ്ങോട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുണ്ടായിരിക്കും, എങ്കിലും ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ വൈകുന്നേരത്ത് 4 മണിക്കൊക്കെ കുറച്ച് അവിലും കുറച്ച് ശർക്കരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു അവിൽ നനച്ചതുണ്ടാക്കി എടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.